പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് അടുത്ത ISL മത്സരം എന്നാണ് ഉണ്ടാവുക എന്നുള്ളതും, കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള കുറച്ച് അപ്ഡേറ്റുകളും, കൂടാതെ മുംബൈ താരമായ ഗ്രേഗ് സ്റ്റുവാർട്ടിന്റെ പുതിയ ക്ലബിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളുമാണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. നിലവിൽ ഏതായാലും സൂപ്പർ കപ്പ് ടൂർണമെന്റിലെ കിരീട പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ സീസണിലെ പ്രതീക്ഷകൾ മുഴുവൻ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്കാണ് കേന്ദ്രീകരിക്കുന്നത്. ISL ഷീൽഡ് ട്രോഫിയും ISL കിരീടവും കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ നേടാനുള്ള അവസരങ്ങളായി കാത്തിരിക്കുകയാണ്. സൂപ്പർ ലീഗിന്റെ പോയിന്റ് ടേബിളിൽ 26 പോയിന്റ് സമ്പാദിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നാം സ്ഥാനത്താണ് നിലവിലുള്ളത്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ശേഷിക്കുന്ന 10 ലീഗ് മത്സരങ്ങളിൽ വിജയം തുടരാൻ ആയാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെയധികം കിരീട പ്രതീക്ഷകൾ നൽകാനാവും. സൂപ്പർ കപ്പ് ടൂർണമെന്റ് നിലവിൽ നടക്കുന്നതിനാൽ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരങ്ങൾ ഇനി എന്നാണ് ആരംഭിക്കുക എന്നാണ് ആരാധകർക്ക് നിലവിൽ അറിയേണ്ടത്. ഇതുവരെയും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ സീസണിലെ ശേഷിക്കുന്ന മത്സരങ്ങളുടെ ഫിക്സ്ചർ പുറത്തേക്ക് വിട്ടിട്ടില്ല എന്നതാണ് സത്യം. പക്ഷേ നിലവിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം തന്നെ ഈ വരുന്ന ഫെബ്രുവരി 3-ന് ISL പുനരാരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈസ്റ്റ് ബംഗാളിന്റെയും മോഹൻ ബഗാനിന്റെയും മത്സരത്തോട് കൂടിയായിരിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇനി പുനരാരംഭിച്ചേക്കുക. ഏതായാലും ഇന്ത്യൻ സൂപ്പർ ലീഗ് പുനരാരംഭിക്കുന്ന തീയതിയും മറ്റുമെല്ലാം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ അവസാന മത്സരത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആരവങ്ങളിലേക്ക് തിരികെ എത്തുവാൻ വളരെയധികം ആകാംക്ഷയോടെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആരാധകരുള്ളത്. കൂടാതെ കഴിഞ്ഞ ദിവസത്തെ സൂപ്പർ കപ്പ് ടൂർണമെന്റിലെ മത്സരങ്ങളിൽ വളരെയധികം നിരാശയുള്ള പ്രകടനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് FC സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യ മത്സരത്തിൽ ഐ ലീഗ് ടീമായ ഷിങ്കോങ് ലെജോങ്ങിനെ പരാജയപ്പെടുത്തി തുടങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷകൾ ഒരുപാട് നൽകിയിട്ടുണ്ടായിരുന്നെങ്കിലും അടുത്ത 2 മത്സരങ്ങളിലും പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഗ്രൂപ്പിലെ 3-ൽ 2 മത്സരങ്ങളും പരാജയപ്പെട്ട് 3-ാം സ്ഥാനക്കാരായി ഗ്രൂപ്പിൽ ഫിനിഷ് ചെയ്ത കേരള ബ്ലാസ്റ്റേഴ്സ് അവസാന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോടാണ് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സൂപ്പർ കപ്പ് ടൂർണമെന്റിലെ എല്ലാ മത്സരങ്ങളിലും അവസാനിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച ഇവാൻ ആശാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുമുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസത്തെ നോർത്ത് ഈസ്റ്റിനെതിരായുള്ള മത്സരം പരാജയപ്പെട്ടതിന് ശേഷം ഇവാൻ ആശാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കലിംഗ സൂപ്പർ കപ്പ് ടൂർണമെന്റ് താരങ്ങൾക്ക് പരിക്കുകളൊന്നും ഇല്ലാതെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. യുവതാരങ്ങൾക്ക് കളിക്കുവാൻ ഒരുപാട് സമയവും ഇതിലൂടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പർ കപ്പിലെ എല്ലാ മത്സരങ്ങളും ഞങ്ങൾ വളരെയധികം ആസ്വദിച്ചിട്ടുമുണ്ടായിരുന്നു. മത്സരശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാവ് കോമാനോവിച്ച് പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്: അതേസമയം കലിംഗ സൂപ്പർ കപ്പിനെ കേരള ബ്ലാസ്റ്റേഴ്സ് FC വളരെ സീരിയസ് ആയി എടുത്തിട്ടില്ല എന്നാണ് ആരാധകരുടെ പക്ഷം. ഇതുകൂടാതെ വളരെ മോശം പ്രകടനം തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അവസാന മത്സരങ്ങളിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നതെന്നും ആരാധകർ വാദിക്കുന്നുണ്ട്. ഏതായാലും ഇവാൻ ആശാന്റെ ഇത്തരത്തിലുള്ള ഒരു വാക്കിനെ തുടർന്നുകൊണ്ട് ഒരുപാട് ആരാധകർ ഇപ്പോൾ ആശാനെതിരെ രംഗത്തുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഏതായാലും കമന്റായി രേഖപ്പെടുത്തുക. അടുത്തതായി നമുക്കറിയാം, ഈ ഒരു 10ാം സീസണിലേക്ക് വേണ്ടിയിട്ട് മുംബൈ സിറ്റി FC വളരെ പ്രതീക്ഷയോടെ സ്വന്തമാക്കിയ ഒരു താരമായിരുന്നു ഗ്രേഗ് സ്റ്റുവാർട്ട് എന്നുള്ളത്. കൂടാതെ നിലവിൽ താരം മുംബൈ സിറ്റിക്ക് വേണ്ടിയിട്ട് 9 മത്സരങ്ങളിൽ നിന്നും 2 ഗോളുകളും 3 അസിസ്റ്റും ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിട്ടുമുണ്ട്. പക്ഷേ ഈ ഒരു സീസൺ പകുതി ആയപ്പോൾ താരം കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് ക്ലബ്ബ് വിട്ടു എന്ന് അറിഞ്ഞതോടുകൂടി ആരാധകരെല്ലാവരും വളരെ നിരാശയിലാണ്. ഏതായാലും നിലവിൽ മുംബൈ ആരാധകരെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഗ്രേഗ് സ്റ്റുവാർട്ട് എന്ന ഈ ഒരു സൂപ്പർ താരം മറ്റേതെങ്കിലും ക്ലബ്ബിൽ സൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. നിലവിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഗ്രേഗ് സ്റ്റുവാർട്ട് എന്ന ഈ ഒരു സൂപ്പർ താരത്തെ മറ്റൊരു ക്ലബ്ബ് സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഒരു സ്കോട്ടിഷ് പ്രമുഖ ക്ലബ്ബാണ് ഈ ഒരു താരത്തെ സ്വന്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇനി ഈ ഒരു സ്കോട്ടിഷ് ക്ലബിന് വേണ്ടിയിട്ട് സ്റ്റുവാർട്ട് പന്ത് തട്ടുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ഏതായാലും ഗ്രേഗ് സ്റ്റുവാർട്ട് എന്ന ഈ ഒരു താരം മുംബൈ സിറ്റി FC വിട്ടതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.